ഹലോ സ്വത്തുമണികളെ, അപ്പോൾ ഇടുപുടിയിലെത്തിൻ്റെ ഒരു യാത്രാവിശേഷങ്ങളായിട്ട് ഇനി വരാം. എന്തായാലേ മഞ്ഞ് കോടാന്നൊക്കെ പറയും. വയനാട് തന്നെ, തൃശ്ശൂർ തന്നെ. അപ്പോൾ നമുക്കിന്നും ഒരു എയർപോർട്ട് ഓട്ടം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ അന്ന് ഡ്രോപ്പ് ചെയ്തവരിനെ ഇന്ന് വിളിക്കണം. മോനെ അതാ പോണ മോനെ BMW അമ്മാരി പോക്കാണ്. നോക്ക്, സൗണ്ട് കേൾക്കണ്ടെന്ന് അറിയില്ല അതിൻ്റെ എക്സോസിൻ്റെ. അതിനൊന്നും പിടിക്കാനൊന്നും നമുക്ക് പറ്റൂല. നമുക്ക് അങ്ങനത്തെ ഇല്ല. കാരണം നമ്മൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, പോയിട്ട് വരിക എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി കാട്ടിക്കൂട്ടുന്ന സമയമൊക്കെ തീർന്നു. ഒരുപാട് ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. പഴയ ഒറ്റത്തടിയല്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മഴയും കാര്യം. ഇന്ന് മഴയുണ്ട്. നമുക്കിന്ന് മഴ ചെറുതായിട്ട് അടിക്കാൻ തുടങ്ങി. കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അന്ന് ഞാൻ കുതിരാന് വഴി പോണ സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു, ചെറിയൊരു വള്ളത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു ഒഴുക്ക് ഇതാ കണ്ടു വിചാരിക്കണം എല്ലാവരും. അത് ഈ ഒരു സ്ഥലം എല്ലാവർക്കും അറിയും. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുവന്ന മണ്ണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നമ്മുടെ ആ കനാല് പോലെ മേലത്തെ വള്ളം കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ കുറേ വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അപ്പോൾ നമുക്ക് യാത്ര പിന്നെയും തുടരാം. അപ്പോൾ നമ്മുടെ ചെക്കൻ ഇതാ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ചെക്കനെ ഫുൾ ടാങ്കും അടിച്ച് പറഞ്ഞ വയർ ഫുള്ളാക്കി വിട്ട്. ഞാൻ പോകുമ്പോൾ എവിടെ നിന്നെങ്കിലും വേണം ചായ എന്തെങ്കിലും കുടിക്കാൻ. ഞാൻ എന്താ പറയട്ടെ, നമ്മുടെ വണ്ടി നമ്മൾ നന്നായി നോക്കണം. ഫുൾ ടാങ്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16.3 സ്വിഫ്റ്റ് ഡിസയറിന് കിട്ടുന്നത്. നമ്മൾ വണ്ടി എടുക്കൽ കുറവാണ്. അപ്പോൾ നമ്മൾ സ്മൂത്തായിട്ടൊക്കെ ഓട്ടിക്കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മൈലേജ് കിട്ടും. നമ്മളെങ്ങനെ വണ്ടിനെ സ്നേഹിക്കണോ വണ്ടി നമ്മൾ തിരിച്ചും സ്നേഹിക്കും. അവിടെ നമ്മൾ വഴിയിലിടൂല, അത് ഉറപ്പാണ്. നമ്മൾ ഈ നെടുമ്പാശ്ശേരി ഈ വഴിക്ക് ഇങ്ങനെ കൊച്ചി എറണാകുളം ആ വഴിക്ക് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഈ പമ്പിൽ നിന്ന് എണ്ണ അടിക്കുക. നമ്മുടെ ഭാരത് പെട്രോളത്തിൻ്റെ ഈ ഒരു പമ്പിൽ നമ്മൾ എണ്ണ അടിക്കുക. നല്ല എണ്ണയാണെന്നൊക്കെ പറയും എല്ലാവരും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നൻപനിൽ എതിരാ നല്ല നൻപൻ കെട്ട നൻപൻ. നൻപൻ എന്നാലേ നല്ലവൻ എന്താ പറയുമ്പോൾ പെട്രോള് എല്ലാവിടെയൊക്കെ തന്നെ. നമ്മൾ എന്താണെങ്കിലും നമ്മൾ അഴിമതി ഇല്ലാത്തൊരു കാര്യം ഏതിലും ഇല്ല. ഈ വീഡിയോയില് എനിക്ക് കണ്ടപ്പോൾ ഒരു കാര്യം പറയാൻ തോന്നി. അതായത് കടം വാങ്ങരുത് കൊടുക്കരുത് പറയണ്ടായിരുന്നു. അതായത് കടം വാങ്ങരുത്, പിന്നെ ആർക്കും കടം കൊടുക്കരുത് എന്ന് അതൊരു മെസ്സേജും ഉണ്ട്. പിന്നെ കടം വാങ്ങിയിട്ട് അത് കൊടുക്കരുത് എന്ന് അങ്ങനെയാണോ? എന്താ സംഭവം ഇതിൽ? നമ്മൾ എയർപോർട്ടിനോട് എത്തി. വണ്ടിയോടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിരുന്നു വന്നത്. ഈ ഗ്ലാസ് എത്തിച്ചാ നമുക്ക് ചായ അല്ലേ കുപ്പി ഗ്ലാസ്സിൽ കുടിച്ചാൽ ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഇപ്പോൾ ചായ നന്നായിട്ടില്ലെങ്കിലും കൂടിയും സീ ഗ്ലാസ്സിനെക്കാട്ടിലും കുപ്പി ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ അതൊരു വേറെ ഫീലാണ്. ചിലവരിങ്ങനെ പെട്ടെന്നില്ലേ സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് തെറ്റി കുറേ കമൻറ്റ് പറഞ്ഞു. അങ്ങനെ തിരുത്താനൊക്കെ കുറേ പേര് വന്ന്. ഞാനും മറ്റേ മലയാളം ഭാഷ കറക്റ്റായിട്ടൊക്കെ പറയാൻ സാധാരണ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ തെറ്റും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടാണ്. ഫുള്ള് വെളിയിലൊക്കെ മഴയാണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് മുണ്ടാണ് അവർ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് കർക്കിടകം 1 അപ്പോൾ കർക്കിടകം 1 മഴ പെയ്യുമെന്നാണ് പറയൽ. പഴയ ആൾക്കാരുടെ ഒരു പറച്ചിലുണ്ട്, കർക്കിടകം 1 മഴ പെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈഫിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പിന്നെ പേടി ഉണ്ടാവില്ല എന്ന് പറയും. പിന്നെ കുരക്കണ നായി കടിക്കൂല. പിന്നെ അതുമാതിരി വെട്ടിപ്പിടിച്ച പൊട്ടിത്തെറിക്കും. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോ ബിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ബിറ്റുകളൊക്കെ ഒന്നിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും എപ്പോഴെങ്കിലൊക്കെ യൂസ് ആവും. അതേമാതിരി ഞാൻ പറഞ്ഞ ബിറ്റ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് യൂസ് ആവും. നമ്മൾ പാർക്കിങ്ങിൽ കുറച്ച് നേരം അങ്ങനെ ബോർഡ് അടിച്ചിരിക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ വിളി വന്നപ്പോൾ അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ലഗേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞാൽ പോകണം. അപ്പോൾ പിന്നെ അവനെ പിക്ക് ചെയ്തിട്ട് പിന്നെ 2 കുട്ടികളുണ്ട്, 2 പൊലീസറാണ്. അപ്പോൾ ഇനി ഫോൺ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. കാരണം അവനെ സേഫായിട്ട് ഇവിടെ വീട്ടിലെത്തിക്കാൻ എന്നുള്ളത് മാത്രം, അതാണ് എൻ്റെ നീയത്ത് ഇനിയുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടമെന്നുണ്ട് പറഞ്ഞാൽ അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലത്തെ വീഡിയോസ് ഇടാം. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഞാനിങ്ങനെ ഇടുന്നത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്രാവശ്യം തെറ്റില്ല കേട്ടോ, സബ്സ്ക്രൈബ്.